അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ വർഷങ്ങൾ പിന്നെയും പലതും കടന്നുപോയി. ഇന്ന് നമ്മുടെ അമീർ മോൻ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. നമ്മുടെ ആമിക്കുട്ടിയാണെങ്കിൽ ഡിഗ്രി ഫൈനലായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ശബ്ദമുയർത്തിക്കൊണ്ട് റസാഖ് സംസാരിക്കുന്നതാണ് നമ്മുടെ ആമിക്കുട്ടി കേട്ടത്. അവൾ സ്കൂൾ വിട്ട് വരികയായിരുന്നു. അപ്പോഴാണ് ശബ്ദമുയർത്തിക്കൊണ്ട് റസാഖ് ഇങ്ങനെ ഒച്ചയിട്ട് സംസാരിക്കുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് അവൾ മെല്ലെ റസിയാനോട് ചോദിച്ചു. കാരണം റസാഖിൻ്റെ മുന്നിൽ വരാൻ അവൾക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റസിയാനെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടിക്കൊണ്ട് അവൾ എന്താണ് കാര്യം ഉമ്മ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ റസിയ പറഞ്ഞു, അതെ മോളെ, ഉപ്പാൻ്റെ മേശയിലുണ്ടായിരുന്ന കുറച്ച് പൈസ കാണാതായിട്ടുണ്ട്. 500 രൂപ ആയിരുന്നു. ഉപ്പ എന്തോ അത്യാവശ്യത്തിന് വേണ്ടി വെച്ചതായിരുന്നു. പക്ഷെ അത് കാണാതായിട്ടുണ്ട് എന്നാണ് ഉപ്പ പറയുന്നത്. ഇടയ്ക്കിടെ ഇങ്ങനെ മിസ്സാകുന്നുണ്ട് പൈസ എന്നാണ് ഉപ്പ പറയുന്നത്. അപ്പോൾ അതാരാണ് എടുത്തത് എന്ന് പറഞ്ഞ് ചൂടാവുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ അമീറും സ്കൂൾ വിട്ട് വരുന്നത്. ഉപ്പാൻ്റെ ഈ ഒരു മുഖഭാവം കണ്ടപ്പോൾ അവൻ പിന്നെ അടുപ്പം നമ്മുടെ ജമീലത്താനോടാണല്ലോ. എന്താ ഉമ്മമ്മ കാര്യം എന്ന് ചോദിച്ചു. അവനും ഇങ്ങനെ പതുക്കെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ ജമീലത്ത പറഞ്ഞു, മോനെ, നിൻ്റെ ഉപ്പ മേശയിൽ വെച്ചിരുന്ന 500 രൂപ കാണാനില്ല. ഇടയ്ക്കിടയ്ക്ക് ഉപ്പാൻ്റെ പൈസ കാണാതാവുന്നുണ്ട് എന്നാണ് കേട്ടത്. അത് ആരാണ് എടുത്തത് എന്നറിയാഞ്ഞിട്ട് അതിൻ്റെ ദേഷ്യത്തിലാണ് ഉപ്പ എന്തോ അത്യാവശ്യത്തിന് വേണ്ടി വെച്ചതായിരുന്നു അത്രേ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ആമീർ പറഞ്ഞു, ആ പൈസയാണോ? അത് എടുക്കുന്നയാളെ ഞാൻ കണ്ടതാണ്. അയാൾ ഇവിടെ തന്നെയുണ്ട്. ഞാൻ പിന്നെ ഒരു പ്രശ്നം ആവണ്ടെന്ന് വെച്ച് ഞാൻ പറയാതിരുന്നതാണ്. ഇതിൻ്റെ മുൻപും കാണാതായിട്ടുണ്ട് എന്നല്ലേ ഉപ്പ പറഞ്ഞത്. അപ്പോഴൊന്നും അങ്ങനെ ഒരു പ്രശ്നം കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയൊരു വലിയ പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ച് പറയാതിരുന്നതാണ്. അത് എടുക്കുന്ന ആളെയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ റസാഖും ജമീലത്തയും അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, പറ മോനെ, എന്നിട്ടെന്താ നീ ആദ്യമേ പറയാതിരുന്നത്? ആരാണ് അത് എടുക്കുന്നത് നീ കണ്ടത്? ഉപ്പാൻ്റെ കുട്ടി പറ എന്നെല്ലാം റസാഖ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജമീലത്തയും ചോദിക്കുന്നുണ്ട്. ഉമ്മമ്മാൻ്റെ കുട്ടി പറ മോൻ, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ഒരു കള്ളൻ ഈ വീട്ടിലുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമല്ലോ. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് പേടിക്കാതെ ഉമ്മമ്മാൻ്റെ കുട്ടി ധൈര്യമായി പറഞ്ഞു. അതുപോലെ റസാഖും പറഞ്ഞു, ഉപ്പാൻ്റെ കുട്ടി പറഞ്ഞു, പേടിക്കാതെ ആരാണെങ്കിലും പറഞ്ഞു എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമീർ നേരെ വിരൽ ചൂണ്ടിയ ആളെ കണ്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു. അവൻ മറ്റാരുടെയും നേർക്കല്ല വിരൽ ചൂണ്ടിയത്, നമ്മുടെ ആമിക്കുട്ടിയുടെ നേർക്കാണ് വിരൽ ചൂണ്ടിയത്. ഉപ്പാൻ്റെ അലമാരയിൽ നിന്ന് ആ പൈസ ഇവൾ എടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ ഇനി ഒരു പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് വിചാരിച്ച് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ആമിക്കുട്ടി ആകെ ഞെട്ടിവിറച്ചു. അതിലുപരി അവൾ പേടിച്ച് കിടുകിടാ വിറക്കാൻ തുടങ്ങി. ഇത് കണ്ടതും റസിയയും ആകെ പേടിച്ച് വിറച്ചു. കാരണം ഇനി അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് അവർക്കെല്ലാം അറിയാം. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. അവൻ എന്ത് കുറ്റം ചെയ്താലും അത് നേരെ ആമിക്കുട്ടിയുടെ തലയിലേക്കാണ് ഇടുക. അവൻ എന്തു പറഞ്ഞാലും റസാഖിനും അതുപോലെ തന്നെ ജമീലത്താക്കും വിശ്വാസമാണ്. അവൻ ചെയ്യുന്ന ഓരോ കുറ്റത്തിൻ്റെയും ശിക്ഷ ഏൽക്കാറുള്ളത് നമ്മുടെ ആമിക്കുട്ടിയാണ്. ആ ദിവസം പിന്നെ അവൾക്ക് പച്ചവെള്ളം കിട്ടില്ല. അതുപോലെ തന്നെ അവളുടെ ദേഹം മുറിയോളം പൊട്ടുന്നത് വരെ വടിയെടുത്ത് നല്ല അടിയും കിട്ടും.
അത് അവൾ ഇത്ര പോന്ന കുഞ്ഞാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും റസാക്കും ജമീലത്തെയും അവളെ തല്ലിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഇനി നടക്കാൻ പോകുന്ന സംഭവം ആലോചിച്ചപ്പോൾ തന്നെ ആമിക്കുട്ടിയും റസിയയും കിടുകിടാ വിറക്കാൻ തുടങ്ങി. എന്നാലും റസിയ അവൾക്ക് വേണ്ടി ഒന്ന് ശബ്ദിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് കരുതി അവൾ പറഞ്ഞു, എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ നുണ പറയുകയാണ്, എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ല, അവളെ എനിക്കറിയാം എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ കത്തുന്ന കണ്ണുകളോടെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടമായിരുന്നു റസാക്കിൽ നിന്ന് റസിയാക്കും അതുപോലെ തന്നെ ആമിക്കുട്ടിക്കും കിട്ടിയത്. നമ്മുടെ ജമീലത്ത ഇത് കേട്ടതും പറഞ്ഞു, എടി നീ അവളെ ന്യായീകരിക്കണ്ട, എൻ്റെ മോൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുവന്ന പൈസയാണ്, അല്ലാതെ നിൻ്റെ വീട്ടിൽ നിന്നും എടുത്തു കൊണ്ടുവന്നതൊന്നുമല്ലല്ലോ. എൻ്റെ മോൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയാണ്. അത് അവൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ അത് തിരിച്ചു തരട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അവൾ അനുഭവിക്കട്ടെ എന്നെല്ലാം പറയുന്നുണ്ട്. റസാക്ക് കുത്തനെ പുറത്തേക്ക് ഓടി മുറ്റത്ത് നിൽക്കുന്ന പേരക്ക മരത്തിൽ നിന്നും നല്ല ഒരു കൊമ്പ് നോക്കി വെട്ടിക്കൊണ്ടുവന്നു. അതുകൊണ്ട് നമ്മുടെ ആമിക്കുട്ടിയെ തലങ്ങും വിലങ്ങും അടിച്ചു. അവളിങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. ഉപ്പ, ഞാൻ എടുത്തിട്ടില്ല ഉപ്പ, എന്നെ അടിക്കല്ലേ ഉപ്പ എന്നെല്ലാം പറഞ്ഞ് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കേൾക്കാതെ റസാക്ക് തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ടതും ജമീലത്ത പറഞ്ഞു, അങ്ങനെ അവളെ കൊടുക്ക്, പെണ്ണല്ലേ ഇവൾ പുറത്ത് മറ്റൊരാളുടെ വീട്ടിൽ പോയി ജീവിക്കേണ്ട ആളല്ലേ, ഇങ്ങനെ കള്ളത്തരം പഠിച്ചു വെച്ചാൽ ശരിയാവുമോ? വീട്ടിൽ നിന്നും പഠിപ്പിച്ചു വിട്ടതാണെന്ന് പേര് കേൾക്കൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഈ ശീലമെല്ലാം നിർത്തലാക്കണം. അങ്ങനെ അവൾക്ക്. എടി, നീ എടുത്തത് തിരിച്ചു കൊടുക്കുകയാണ് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ അത് നീ കൊടുക്കുന്നതുവരെ നിനക്ക് വേദന സഹിക്കേണ്ടി വരും എന്നെല്ലാം പറയുന്നുണ്ട്. അവൾ എല്ലാം സഹിച്ച് ദയനീയ ഭാവത്തോടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച നമ്മുടെ അമീറിനെ ഇങ്ങനെ നോക്കി. അവൻ്റെ മുഖത്തെ ആ ഒരു ക്രൂരമായ ചിരി കണ്ട് അവൾക്ക് ഒരുപാട് സങ്കടം തോന്നി. അവൾക്ക് ഈ അടിയെല്ലാം കിട്ടുമ്പോൾ നമ്മുടെ അമീർ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ജമീലത്തെയും റസിയയും എല്ലാവരും ഇത് കണ്ട് സന്തോഷിക്കുകയായിരുന്നു. എന്നാൽ ഒരാളുടെ ഉള്ളം മാത്രം തേങ്ങിക്കരഞ്ഞുകൊണ്ട് ഇതൊന്നും കാണാനുള്ള ശക്തിയില്ലാതെ അവൾ റൂമിലേക്ക് നമ്മുടെ റസിയ ഓടി ആ ബെഡിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. കാരണം തൻ്റെ പൊന്നുമോളെ അടിക്കുന്നത് കാണാനുള്ള ശക്തി അവൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ ഒരു തുള്ളി വെള്ളം അവൾക്ക് കൊടുക്കരുത് എന്നാണ് റസാക്കിൻ്റെയും ജമീലത്താൻ്റെയും കൽപ്പന. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി റൂമിലെത്തി. അവൾ ആകെ തളർന്നു പോയിരുന്നു. ഒന്നാമത് അടിയെല്ലാം കിട്ടിയതിൻ്റെ വേദന, അതുകൂടാതെ താൻ ചെയ്യാത്ത തെറ്റിനാണ് ഈ ശിക്ഷിക്കപ്പെടുന്നത്, അതും സ്വന്തം ഉപ്പാൻ്റെ കൈകൊണ്ട്, സ്വന്തം സഹോദരൻ്റെ നാവുകൊണ്ടുള്ള ആ ഒരു കള്ളത്തിൻ്റെ പേരിലാണ് അവൾക്ക് ഈ ശിക്ഷ മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം ആലോചിച്ചപ്പോൾ ആ മനസ്സിൻ്റെ വേദനയും എല്ലാം കൂടിയായപ്പോൾ അവൾ ആകെ തളർന്നു പോയിരുന്നു. അവൾ തൻ്റെ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ആ ബെഡിൽ കിടന്ന് രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. അവൾ പറഞ്ഞു, സാരമില്ല ഉമ്മ, എനിക്കിതെല്ലാം ശീലമായില്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ റസിയ അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നറിയാതെ ആകെ തകർന്ന് കിടക്കുകയാണ്. എന്നാലും ആകെ മേലെല്ലാം അടിക്കിട്ടി ചുവന്ന് തണർത്ത് കിടക്കുകയായിരുന്നു. ആ മുറിവിലെല്ലാം അവൾ അവിടെയുണ്ടായിരുന്ന കുറച്ച് മരുന്നെടുത്ത് ഓയിൻമെൻ്റ് എടുത്ത് പുരട്ടി കൊടുത്തു. അവൾ പറഞ്ഞു, എന്ത് ചെയ്യാനാ മോളെ, ഉമ്മാൻ്റെയും നിൻ്റെയും അവസ്ഥ, നമുക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല എന്നെല്ലാം പറഞ്ഞ് എല്ലാം ശരിയാവും, ഇൻഷാ അല്ലാഹ് എൻ്റെ മോൾക്കുമുണ്ടാവും ഒരു നല്ല കാലം, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കാലം എന്നെല്ലാം പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. തൻ്റെ മകൾ ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ ഒരു ഉമ്മാക്കും സഹിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോൾ റസിയ അവൾക്ക് ഭക്ഷണം അത് അവിടെ അങ്ങനെയാണ്, അവരെല്ലാവരും കഴിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ളത് നമ്മുടെ റസിയാക്കും ആമിക്കുട്ടിക്കും കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ റസിയാക്ക് കിട്ടിയതിൽ നിന്ന് കുറച്ച് ചോറെടുത്ത് അവൾ റൂമിലേക്ക് കൊണ്ടുവന്ന് ആമിക്കുട്ടിക്ക് കൊടുത്തു. അവൾ പറഞ്ഞു, വേണ്ട ഉമ്മ, എനിക്ക് വിശപ്പില്ല, എൻ്റെ ശരീരത്തിനും
എൻ്റെ മനസ്സിനും ഏറ്റ മുറിവ് കാരണം എൻ്റെ വിശപ്പെല്ലാം കെട്ടുപോയിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട ഉമ്മ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റസിയ പറഞ്ഞു, ഉമ്മാൻ്റെ കുട്ടി കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മയും കഴിക്കില്ല. നീ കഴിക്കാതെ ഞാനെങ്ങനെ കഴിക്കും എന്നെല്ലാം പറഞ്ഞപ്പോൾ ഇനി ഉമ്മ പട്ടിണി കിടക്കണ്ട എന്നാലോചിച്ച് റസിയ പറഞ്ഞു, ഉമ്മാൻ്റെ കുട്ടിക്ക് ഉമ്മ വാരിത്തരാം എന്നെല്ലാം പറഞ്ഞ് അവളിങ്ങനെ ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ഉമ്മാനെ പട്ടിണിക്കിടണ്ട എന്ന് കരുതി നമ്മുടെ ആമിക്കുട്ടി ഇങ്ങനെ ബെഡിലിരുന്ന് കഴിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്താണ് നമ്മുടെ അമീർ അങ്ങോട്ട് കയറി വന്നത്. അവൻ പറഞ്ഞു, അത് ശരി, ആരും കാണാതെ മോൾക്ക് കട്ട് കൊടുക്കുകയാണല്ലേ, ഇപ്പോൾ ശരിയാക്കി തരാം എന്നെല്ലാം പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഉറക്കെ ഒച്ച വെച്ച് വിളിച്ചു, ഉമ്മമ്മ, ഉപ്പ, വന്നു നോക്കി ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ റസാക്കും അതുപോലെ തന്നെ റസിയയും ജമീലത്തെയും എല്ലാവരും അങ്ങോട്ട് വന്നു. അവർ കണ്ട കാഴ്ച ഇതായിരുന്നു. നമ്മുടെ റസിയ ചോറും പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആമിക്കുട്ടിയും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ റസാക്ക് പറഞ്ഞു, അത് ശരി, നിനക്കെൻ്റെ വാക്ക് ഒരു വിലയും ഇല്ല അല്ലേടി ഒരുമ്പെട്ടവളെ. അപ്പോൾ ജമീലത്ത പറഞ്ഞു, അല്ലെങ്കിലും നിൻ്റെ വാക്ക് അവൾക്ക് ഒരു വിലയുമില്ല. ഇന്ന് അവളും ഒന്നും കഴിക്കണ്ട, എല്ലാം കൊണ്ടുപോയി ആ വേസ്റ്റിലിടട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിക്കുന്ന പോലെ റസിയാൻ്റെ കയ്യിൽ നിന്നും ആ ചോറിൻ്റെ പാത്രം വാങ്ങിക്കൊണ്ട് നേരെ പോയത് അവൾ അടുക്കളയിലേക്കാണ്. ആ പാത്രത്തിലുള്ള ചോറ് മുഴുവൻ അവർ വേസ്റ്റിലേക്ക് ഇട്ടു. ബാക്കിയുണ്ടായിരുന്ന ചോറും എല്ലാം കളഞ്ഞ് ആ പാത്രത്തിൽ തന്നെ അവർ വെള്ളം ഒഴിച്ചു വെച്ചു. റസിയയും ആമിക്കുട്ടിയും അന്നത്തെ ദിവസം അങ്ങനെ പട്ടിണി കിടക്കുകയായിരുന്നു. തങ്ങളുടെ ഈ ഒരവസ്ഥക്ക് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടുപേരും തങ്ങളുടെ വിശപ്പും സഹിച്ച് അങ്ങനെ ആ പടച്ചവനോട് നല്ല ഈ ഒരു നരകത്തിൽ നിന്നെല്ലാം നല്ലൊരു കരകയറ്റം തന്ന് തങ്ങളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടുപേരും വിശപ്പെല്ലാം സഹിച്ച് കിടന്നുറങ്ങി. ആമിക്കുട്ടിക്കാണെങ്കിൽ ദേഹമെല്ലാം വേദനിച്ച് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മുറിവെല്ലാം തലോടി കൊടുത്തുകൊണ്ട് റസിയയും അവളുടെ അടുത്ത് കിടന്നു. അങ്ങനെ നേരം വെളുത്തു. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി രാവിലെ കോളേജിൽ പോകാൻ ഒരുങ്ങുകയാണ്. അന്ന് അവൾക്ക് സ്കൂൾ ഫീസ് അടയ്ക്കേണ്ട ദിവസമാണ്. റസാക്കിനോട് ചോദിക്കാം എന്ന് കരുതി അവൾ റസാക്കിൻ്റെ റൂമിലെത്തിയതാണ്. അങ്ങനെ റൂമിലെത്തിയ സമയത്ത് അവൾ അവിടെ ആരെയും കണ്ടില്ല. തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് പമ്മി വരുന്ന നമ്മുടെ അമീറിനെ അവൾ കാണുന്നത്. ചുറ്റുപാടും നോക്കി ആരും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള അവൻ്റെ ആ ഒരു വരവ് കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു സംശയം തോന്നി. അവൾ മെല്ലെ കർട്ടൻ്റെ ബാക്കിൽ ഒളിച്ചു നിന്നു. എന്നിട്ട് അവൾ അവനെ വീക്ഷിച്ചു, അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ. അവനിങ്ങനെ ഇപ്പോഴും പിന്നിലേക്ക് വാതിലിൻ്റെ അവിടേക്കും എല്ലാം തിരിഞ്ഞു നോക്കുന്നുണ്ട്, ചുറ്റുപാടും നോക്കുന്നുണ്ട്. ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം അവൻ മെല്ലെ റസാക്കിൻ്റെ അലമാരയുടെ ചാവി എടുത്ത് അത് തുറക്കുകയാണ്. അവനറിയാം ചാവി എവിടെ വെക്കുന്നത് എന്ന്. അങ്ങനെ തുറന്ന് അവൻ അതിൽ നിന്ന് ഒരു 100 രൂപ നോട്ടെടുത്ത് അത് പൂട്ടി മെല്ലെ ആ ചാവി അവിടെ തന്നെ വെക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ കർട്ടൻ്റെ പിന്നിൽ നിന്നും നമ്മുടെ ആമിക്കുട്ടി അവൻ്റെ അടുത്തെത്തിയത്. എടാ കള്ള, അത് ശരി, നീയാണല്ലേ ഈ പൈസ എല്ലാം എടുക്കുന്നത്, നീയാണ് എടുക്കുന്നത്, എന്നിട്ട് അതെല്ലാം എൻ്റെ തലയിലേക്കിട്ട് എന്നെ അടികൊള്ളിപ്പിക്കുകയായിരുന്നല്ലേ. ഇത് ഞാൻ ഇന്ന് ഉപ്പാനോടും എല്ലാവരോടും പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അമീർ പറഞ്ഞു, എടി നീ പറഞ്ഞു കൊടുക്ക്, നീ പറഞ്ഞു കൊടുത്താലും ആര് വിശ്വസിക്കാനാടി, നീ ഇതെങ്ങാനും പറഞ്ഞു കൊടുത്താൽ ഇന്നും നീ എടുക്കാൻ ശ്രമിച്ചു ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഉപ്പയും അതുപോലെ തന്നെ ഉമ്മമ്മയും എല്ലാവരും വിശ്വസിക്കുക. പിന്നെ ഇന്നലത്തെ അതേ അനുഭവമായിരിക്കും നിനക്ക്. അതുകൊണ്ട് തന്നെ പൊന്നുമോളെ, വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട. നീ പറഞ്ഞാൽ അത് നിനക്ക് തന്നെ ആപത്താവും. കാരണം ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അവർ അത് വിശ്വസിക്കും. മാത്രമല്ല ഈ 100 രൂപ ഞാൻ നിൻ്റെ ബാഗിൽ ഇടുകയും ചെയ്യും, അല്ലെങ്കിൽ നിൻ്റെ അലമാരയിൽ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും. എന്നിട്ട് തെളിവ് സഹിതമായിരിക്കും പിടിക്കുക. അതുകൊണ്ട് വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട.
അതും ഇത് പറഞ്ഞു കൊടുത്ത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെ അവൻ അവിടെ നിന്ന് പോയി. ഇത് കേട്ടതും നമ്മുടെ ആമിക്കുട്ടി ആകെ തരിച്ചു നിന്നു പോയി. കാരണം സത്യമാണ്, അവൾക്കറിയാം താനത് പറഞ്ഞാലും മറ്റാരും കാണാത്ത സ്ഥിതിക്ക് അത് തൻ്റെ തലയിലേക്ക് തന്നെയായിരിക്കും വരിക. അതിൻ്റെ ശിക്ഷ കൂടി താൻ അനുഭവിക്കേണ്ടി വരും എന്നെല്ലാം ആലോചിച്ചപ്പോൾ അത് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കരുതി അവൾ കോളേജിലേക്ക് പോയി. അങ്ങനെ കോളേജിൽ നിന്ന് അവൾ വരുന്ന വഴി നടന്നു വരുമ്പോഴാണ് നമ്മുടെ അമീറും അവൻ്റെ കൂട്ടുകാരും എല്ലാം ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിൻ്റെ അവിടെ കുറച്ച് കാട് പിടിച്ച ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് മറഞ്ഞു നിന്ന് എന്തോ കാണിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അവളിങ്ങനെ മാറി നിന്ന് നോക്കി, എന്താണ് ഇവർ കാണിക്കുന്നത്? ഈ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഒരു കാടെല്ലാം പിടിച്ച് കിടക്കുന്ന ഈ ഒരു മൂലയിൽ നിന്ന് എന്താണ് ഇവർ കാണിക്കുന്നത് എന്ന് അവളിങ്ങനെ മറഞ്ഞു നിന്ന് നോക്കി. അവർ മറ്റൊന്നുമല്ല, അവന് ഈ പൈസയെല്ലാം കട്ടെടുത്ത് കൊണ്ടുവരുന്നത്. മയക്കുമരുന്ന് പോലെ എന്തോ ഒരു സാധനം, ഒരു പൊടി പോലെ അവനെ ഒരു ചെറിയ പാക്കറ്റിൽ കൊടുക്കുന്നുണ്ട് അവൻ്റെ കൂട്ടുകാർ. അവൻ അത് ഇങ്ങനെ കയ്യിൽ ഇട്ടിട്ട് അതിങ്ങനെ മണത്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം അവൻ എന്തോ ഒരു ലഹരി പോലെ എല്ലാം ഇങ്ങനെ അനുഭവിക്കുന്നത് പോലെ ആമിക്കുട്ടിക്ക് തോന്നി. അത് കഴിഞ്ഞ് പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റും എടുത്ത് വലിക്കുന്നുണ്ട്. സിഗരറ്റ് പോലെ ഒരു സാധനം, അതും ഇങ്ങനെ പുകക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ ആമിക്കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി. വെറുതെയല്ല ഇവൻ ഈ പൈസയെല്ലാം കട്ടെടുത്ത് കൊണ്ടുവരുന്നത്, ഇതിനായിരിക്കും. കാരണം കൂട്ടുകാർക്ക് പൈസ കൊടുക്കുന്നതും അവളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈ പൊതി അവന് കൊടുക്കുമ്പോൾ പകരമായി പൈസ കൊടുക്കുന്നതും അവൾ കണ്ടതാണ്. അപ്പോൾ ഈ പൈസയെല്ലാം ഇവൻ അടിച്ചു മാറ്റി കൊണ്ടുവരുന്നത് ഇതിനാണ് എന്ന് അവൾ ആലോചിച്ചു. പക്ഷേ ഈ കാര്യമൊന്നും വീട്ടിൽ തൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും ഉപ്പാനോടും വല്യമ്മാനോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മകനെ അത്രക്ക് വിശ്വാസമാണ് വല്യമ്മാക്കും ഉപ്പാക്കും. അതുകൊണ്ട് തന്നെ താൻ പറഞ്ഞാൽ തീരെയും അവർ വിശ്വസിക്കില്ല. മറ്റാരെങ്കിലും കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ അവർ വിശ്വസിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് താൻ പറഞ്ഞാൽ അത് അവനോടുള്ള തനിക്ക് ദേഷ്യമുള്ളത് കൊണ്ട് പറയുകയാണെന്ന് അവർ പറയും. അതിൽ നിന്നെല്ലാം സമർത്ഥമായി രക്ഷപ്പെട്ട ആ കുറ്റമെല്ലാം തൻ്റെ തലയിലേക്ക് ഇടാനും അമീർ മിടുക്കനാണ്. അതുകൊണ്ട് തന്നെ ഉപ്പാനോടും വല്യമ്മാനോടും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഉമ്മാനോട് അവൾ ആ വിവരം വീട്ടിലെത്തിയപ്പോൾ തന്നെ പറഞ്ഞു. അവിടെ കണ്ട കാര്യങ്ങളെല്ലാം റസിയാനോട് അവൾ പറഞ്ഞു. ഇത് കേട്ടതും റസിയ ആകെ തകർന്നു പോയി. കാരണം ആകെയുള്ളൊരു ആൺതരിയാണ്. ഇപ്പോൾ തന്നെ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ചെറുപ്രായത്തിൽ തന്നെ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമയായി കഴിഞ്ഞാൽ എന്തായിരിക്കും തൻ്റെ മോൻ്റെ സ്ഥിതി എന്നാലോചിച്ചപ്പോൾ അവർ ആകെ തകർന്നു പോയി. എന്നാൽ മറ്റാരോടും ഇതൊന്ന് പറയുവാനോ അവനെ നേർവഴിക്ക് കൊണ്ടുവരുവാനോ ഉള്ള ഒരു അവസ്ഥയായിരുന്നില്ല അവളുടേത്. പറഞ്ഞിട്ടും കാര്യമില്ല, ആരും വിശ്വസിക്കില്ല. എല്ലാം തൻ്റെയും മോളുടെയും നേർക്ക് തിരിഞ്ഞ് തങ്ങളെ കള്ളന്മാരാക്കുവാനേ അവർ ശ്രമിക്കൂ. ഇതെല്ലാം ആലോചിച്ചപ്പോൾ റസിയ ആകെ തകർന്ന് തരിപ്പണമായിപ്പോയി.